ഏയ് രേണു, അമ്മ ഭാവിയുടെ അടുത്ത് എന്താ പറഞ്ഞേ? ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡായി. എന്നെ നോക്കി അവർ എങ്ങനെയാ അങ്ങനെ സംസാരിക്കുക? നിന്റെ അമ്മ അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങൾക്ക് അറിയില്ല, അവര് പറയുന്നതിൽ എനിക്ക് പകുതി മനസ്സിലാവുന്നില്ല. അമ്മയുണ്ടല്ലോ, ദിവസം ചെല്ലുന്തോറും കൂടുതൽ ഭ്രാന്തായിക്കൊണ്ടിരിക്കുക. ആണ്, നിനക്കൊരു റൗണ്ട് കൂടി വേണോ? നിങ്ങൾ നിറയെ കുടിച്ചോ, ഇതോടെ നിർത്തിക്കോ. എന്തൊക്കെയോ എനിക്ക് അത്ര തലക്ക് പിടിച്ചിട്ടൊന്നുമില്ല. വെയിലേമ്മേ. ഞാൻ പോയിട്ട് വരാം. അല്ല, ഇത്ര നേരം എവിടെയായിരുന്നു? വിശക്കുന്നുണ്ടോ? കഴിക്കേ. ഇല്ല, വേണ്ട വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് സ്വീറ്റ്സ് എങ്കിലും കഴിക്കേ. സുഖമാണോ? സോ ഫാർ സോ ഗുഡ്. കണ്ടിട്ട് കുറെ നാളായല്ലോ. കോളേജ് എങ്ങനെ പോന്നു? ഓൾ ഗുഡ്. ഗ്രേറ്റ്. ഓ, കാര്യങ്ങളൊന്നും പറയണ്ട. ബെഡ്റൂമിന്റെ വാതിൽ അടച്ചാ പിന്നെ ദിവസം മുഴുവൻ എന്താ ചെയ്യുന്നതെന്നേ അറിയില്ല. ഉറപ്പായിട്ട് ഒരു ഭ്രാന്ത് തന്നെയാ. ഇപ്പൊ മുഴുവൻ ഭ്രാന്തായി തോന്നുന്നത്. എനിവേ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഞാൻ പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ ഫോണിൽ സംസാരിച്ചിട്ട് വരാം. എന്താ നീ ഒന്നും മിണ്ടാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉറപ്പായിട്ട് റിയ ആയിരിക്കും വിളിച്ചത്. ഇല്ലെങ്കിൽ എന്തിനാ എണീറ്റ് പോകുന്നേ? ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട്. രണ്ടുപേരും എന്തായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് ചിക്കൻ ഇങ്ങോട്ട് വിളമ്പിയേ. ആ ബൗളിംഗ് എടുത്തേ. ഓഫീസ് ട്രിപ്പിന് നിങ്ങൾ എപ്പോഴാ പോകുന്നേ? ഇനിയൊരു 2-3 ദിവസത്തില്. നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഒരു തവണ നമുക്ക് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്താലോ? IVF പറ്റി നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളതല്ലേ? യു ആർ ഹൈലി അനിമിക്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മെന്റലി ഇനിയും കുറച്ചും കൂടെ ഫിറ്റ് ആവാനുണ്ട്. ഡോക്ടർ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾ ചെക്കപ്പ് ചെയ്തോ? ഞാൻ എന്താ എടുത്തിട്ട് വരേണ്ടത്? നീ എന്താ നിന്റെ നോക്കാത്തത്? ഡോണ്ട് കൺഫൈൻ യുവർ സെൽഫ്. There are many things than baby. നിന്നെ നീ തന്നെയാണ് നോക്കേണ്ടത്. നീ വീണ്ടും ഡാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നീ ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്ക്. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു പോകാറുണ്ടോ? അയ്യോ, ചേച്ചി ചേച്ചി, നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? മിസ്സിസ് റോയിന്റെ ഫ്ലാറ്റിലേക്ക്. അവര് 5th ഫ്ലോർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും വരും. ശരി ചേച്ചി, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എൻട്രി ചെയ്തിട്ട് വരാം. ചേട്ടാ, നിങ്ങൾ പുതിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ശരി, എഴുതിക്കോ. ശരി, നിങ്ങളുടെ പേരെന്താ? ഡോളിന്ന് എഴുതിക്കോ. ഡോളി ബാഗടി. ബാഗ്ഡി. ലൊക്കേഷൻ? മാണിക്യം സ്ട്രീറ്റ്. നമ്പറും എഴുതിക്കോ. 9433062772. ഇനി ഞാൻ പോട്ടെ. പർപ്പസ്? ഞാൻ റൂപ് കെയറിന്റെ സെയിൽസ് ഗേളാ. പ്രോഡക്റ്റ് വിൽക്കാൻ വന്നതാ. ചേച്ചി, നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല. സെയിൽസ് ഗേൾസിനോട് അലോഡല്ല. ഒന്ന് നിൽക്ക്, ഞാൻ പോയി പെർമിഷൻ വാങ്ങിയിട്ട് വരാം. എന്താ ചെയ്യുന്നതെന്നോ? ഞാൻ എന്താ കക്കാൻ വന്നതാണോ ഇവിടെ? നിങ്ങൾ തീർച്ചയായും പുതിയതാ ഇവിടെ. പുതിയതായി വന്നെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഈ ബിൽഡിങ്ങിൽ ആരാ ഉള്ളത്, ആരാ വരുന്നത്, ആരാ പോകുന്നതെന്നൊക്കെ. നോക്ക് മീനു, അകത്തേക്ക് വിടുന്നില്ലെന്നേ. ഇവര് നേരെ അകത്തോട്ട് വരാൻ നോക്കിയതാ. നിങ്ങൾക്ക് ഡോളി ചേച്ചി അറിയില്ലേ? മിസ്സിസ് റോയിന്റെ ഫോൺ റീച്ച് ആവുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നോക്ക്, ഈ ഡോളി ചേച്ചി കോംപ്ലക്സിൽ ഒരുപാട് വർഷമായിട്ട് വന്നോണ്ടിരിക്കുന്ന. ഡോളി ചേച്ചി എന്റെ കൂടെ വന്നേ. കേട്ടല്ലോ. ഇനി ഞാൻ പോട്ടെ. ഹേയ്,
ഇത് നോക്ക് മീനു, നീ ഒരുപാട് കാലായി ജോലി നോക്കുന്ന ആ വീടില്ലേ, അവിടെ നീ എന്നെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞല്ലോ. അതെ, അതെ. എപ്പോഴാ ചെയ്യാ? പോകാം, എന്ന് നമുക്ക് നേരം കിട്ടോ അന്ന് നമുക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ അകത്തേക്ക് പോ. ചേട്ടാ. ടുക്കായ് ഇപ്പോഴും ഉറങ്ങുവാണോ? അച്ഛൻ പോവാ. ഈ റൂമിന് എന്ത് നാശാക്കി വെച്ചേക്കോ നീ. ടുക്കായ് എണീക്ക്, അച്ഛൻ പോവാ, നീ പോയി കാണ്. ടുക്കായ് എണീക്ക്. നീ വീണ്ടും ആരംഭിച്ചല്ലേ? ടുക്കായ് എണീക്ക്. എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. തലവേദന എടുക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ? അച്ഛൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് മതി. മിണ്ടാതെ ഇവിടുന്ന് പുറത്ത് പോവാനാ പറഞ്ഞേ. രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പോവാനാ പറഞ്ഞേ. നോക്കു മോനെ, ഈ നേഴ്സ് ശരിക്ക് ജോലി ചെയ്യുന്നില്ല. ഇവളെ മാറ്റുന്നതാ നല്ലത്. പറയുന്നത് കേക്ക്. വിശ്വസിക്കാൻ വയ്യ, സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ബാത്റൂം ഒന്നും അഴുക്കാക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇതെല്ലാം അവള് ചെയ്തിട്ട് എന്റെ മേല് പഴി ചാരുക. നീ ഇവളോട് പോകാൻ പറ, എന്നിട്ട് വേറെ ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്നാക്ക്. അമ്മേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും എത്ര നേഴ്സിനെയാ മാറ്റേണ്ടത്? സാർ, ഇപ്പം മനസ്സിലായോ എന്റെ കഷ്ടപ്പാട്? ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റേ ഇല്ല. ഞാനും എത്രയാ മിണ്ടാതിരിക്കുന്നത്? ഇവർ ഓരോ പ്രാവശ്യവും ബാത്റൂം വൃത്തികേടാക്കിട്ട് എന്നെ പറഞ്ഞോണ്ടിരിക്കും. മിണ്ടാതിരിക്കെ, മിണ്ടി പോരുത്. ഞാനാണോ വൃത്തികേടാക്കുന്നേ? ഞാൻ ഓരോ തവണ ബാത്റൂമിൽ പോകുമ്പോഴും നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാ വരുന്നേ, അറിയാവോ? ഇവളാ വൃത്തികേടാക്കുന്നേ. ഇവളങ്ങനെ ചെയ്തിട്ട് എന്റെ മേൽ പഴി ചാരുക. ഞാൻ എന്ത് ചെയ്യാനാ? ആന്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് എങ്ങനെ നേരിട്ട് പറയാൻ പറ്റുന്നേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ലെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വയസ്സാവല്ലേ, നിനക്കത് അറിയില്ലേ? നീ പറഞ്ഞത് ശരിയാ, കറക്റ്റ്, ശരിയാ, പറഞ്ഞത് വളരെ ശരിയാ. ഇവള് തന്നെയാ ഈ ബാത്റൂം യൂസ് ചെയ്ത് നാശമാക്കുന്നത്. വെറുതെ ഇവള് എന്നെ കുറ്റം പറയാ. സമാധാനമായിട്ട് ഇരിക്കി. പോയി അരി വെന്തോ നോക്കിട്ട് അത് വടിക്ക് പോ. മര്യാദക്ക് അതിൽ ഉപ്പിട്ടോണം. അമ്മേ, നിങ്ങളത് വിടാനാ പറഞ്ഞേ. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. ഓക്കെ മോനെ, അച്ഛനെ തൊഴുതിട്ട് പോ മോനെ. ആരോഗ്യം നല്ലോണം നോക്കണം. ഓക്കെ, പറയുന്നത് കേക്ക് മോനെ. ആ വഴിക്ക് നീ പോയേക്കരുത് കേട്ടോ മോനെ. വേറെ ഒരു വഴിയില്ലേ, അതിലെ കൂടെ പോയാ മതി. അല്ലല്ല, ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും, എനിക്കറിയാം. നീ അമ്മയെ വിട്ടിട്ട് പോകല്ലേ, ഇവിടെ ഇരിക്ക്. നിങ്ങൾ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്ക്. ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാം. വന്ന് 2 ദിവസത്തിന് മുന്നേ പോവാ. ഇതിനുശേഷം ഞാൻ ഈ വീട്ടില് വീണ്ടും തന്നെ ഇരിക്കണം. ടുക്കായുടെ റൂമിൽ നിന്നാണോ വരുന്നേ? എത്ര നാളെന്ന് വെച്ചാ മകനെന്നും പറഞ്ഞ് നടക്കുക. നിന്നെ നീ കുറച്ച് ശ്രദ്ധിക്കണം. അടുത്ത തവണ പോകുമ്പോ നീ എന്റെ കൂടെ വരണം. നീ വേറൊന്നും സംസാരിക്കണ്ട. അമ്മയെ കൊണ്ടുപോയിട്ട് ചേട്ടന്റെ വീട്ടിൽ നിർത്താം. വാ. യെസ് സർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാം. യാ, ഇത് ഓക്കെ അല്ലേ സർ? ഓക്കെ യാ, എല്ലാ പ്രോജക്റ്റും നല്ലവണ്ണം പോകുന്നുണ്ടല്ലോ അല്ലേ? ഹായ് റിയ. ഹായ്. This is Rohit. He will be joining us from today. He have an impressive CV, I must say. Yes. And he will be your reporting boss from today. Rohit Ganguly, Yes. 2010 Xavier's batch, Right. football team captain. Yes. Oh my gosh, small world. You know Anna? He had a better and impressive profile in college as well. Wow. Riya, 2013 batch. Riya, hi. Hi. Hi, Riya. So glad to meet you. Same here. കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായില്ലേ, യു നോ. ബട്ട് ഐ ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. Same here, ഞാനും അതെ. Well, Mr. Mukherjee is waiting for you, Mr. Rohit. Come, let's go and catch him. ഓ റൈറ്റ് റൈറ്റ്. See you ഞാൻ ഈ later. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വരാം. ആൻഡ് ദെൻ മേ ബി വി ക്യാൻ ഗ്രാബ് എ കോഫി ആൻഡ് ഡിസ്കസ് ദി ന്യൂ പ്രോജക്ട്സ്. Sure. ഓക്കെ, Bye. ബൈ. Bye. So Riya is reporting to you as well? Yeah. Oh, we should sit and discuss the project. Yeah, you are right.
നിങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്, നോക്ക്. റിയ, നിന്നോട് അവസാനമായിട്ട് പറയാ, ഇതിന് ശേഷം ഒരു കോള് പോലും എനിക്ക് വരാൻ പാടില്ല. എല്ലാത്തിനും നേരവും കാലവും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ഈ ചെറിയ കാര്യം പോലും നിനക്ക് മനസ്സിലാവത്തില്ലേ? എന്റെ ദൈവമേ, ഇത്രയ്ക്ക് ദേഷ്യോ നിനക്ക്? അത് ശരി, ഈ രാത്രി നീ എന്ത് പണി ചെയ്തോണ്ടിരിക്കുക? രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ കിടന്നോണ്ടിരിക്കുന്നേ? പിന്നെന്താ, അതിൽ എന്താ പ്രശ്നമുള്ളത്? Why are you getting so hyper, Mr. Singh Gupta? Just shut up. Okay, I get this now. Rohit, right? നീ തലയ്ക്ക് പിടിച്ചിട്ട് സംസാരിക്കുക. എന്തായാലും രാവിലെ സംസാരിക്കാം.